السلام عليكم ورحمة الله وبركاته. الله أكبر 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 لا إله إلا الله الله أكبر الله أكبر ولله الحمد. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. വിശുദ്ധ റമളാൻ ഷരീഫിൻ്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് മഹത്തായ ചെറിയ പെരുന്നാൾ ദിവസം ഈദുൽ ഫിത്ർ നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ്. ഈ ദിനത്തിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുഷ്ഠിച്ചിരുന്ന ധാരാളം സുന്നത്തുകൾ അവിടുന്ന് നമ്മെ പഠിപ്പിച്ചതായി തിരു ഹദീസുകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. പെരുന്നാൾ ദിവസം നല്ല വസ്ത്രം ധരിക്കുക, സുഗന്ധം ഉപയോഗിക്കുക, അതിരാവിലെ തന്നെ പള്ളിയിലേക്ക് നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി പുറപ്പെടുക തുടങ്ങിയിട്ടുള്ള ധാരാളം കാര്യങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് മാതൃകയായി കാണിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ പള്ളിയിലേക്ക് പോകുമ്പോൾ തന്നെ പോകാനൊരു വഴിയും പള്ളിയിൽ നിന്ന് മടങ്ങി വരാൻ മറ്റൊരു വഴിയുമായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വീകരിച്ചിരുന്നത്. ബഹുമാനപ്പെട്ട മഹാന്മാരാകുന്ന പണ്ഡിത മഹത്തുക്കൾ അക്കാര്യം വ്യക്തമായി രേഖപ്പെടുത്തി വെക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു ഇദാ കാന യൗമുൽ ഈദ്, പെരുന്നാൾ ദിവസമായി കഴിഞ്ഞാൽ ഖാലഫ ത്വരീഖ്, രണ്ട് വഴി സ്വീകരിക്കുമായിരുന്നു. പള്ളിയിലേക്ക് പോകാൻ വേണ്ടി ഒരു വഴിയും അവിടെ നിന്ന് മടങ്ങി വരാൻ വേണ്ടി മറ്റൊരു വഴിയുമായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ചിരുന്നത്. അങ്ങനെ പള്ളിയിലേക്ക് പോകുമ്പോൾ തന്നെ പുറപ്പെടുന്നതിന് മുമ്പായി ചെറിയ പെരുന്നാൾ ദിവസമാണ് എങ്കിൽ അവിടുന്ന് ഒരല്പം കാരക്ക അല്ലെങ്കിൽ ഈത്തപ്പഴം ഭക്ഷിച്ചുകൊണ്ടായിരുന്നു പള്ളിയിലേക്ക് പുറപ്പെട്ടിരുന്നത്. ഇന്നലെ വരെ നോമ്പനുഷ്ഠിച്ച ആ രീതിയിൽ തന്നെ ആവരുത് പെരുന്നാൾ ദിവസം നാം പള്ളിയിലേക്ക് പോകേണ്ടത്. അത് സന്തോഷത്തിൻ്റെ ദിവസമാണ്. അല്ലാഹു തആലാൻ്റെ വിരുന്നുകാരാണ് നമ്മളെല്ലാവരും. ആ വിരുന്ന് നാം നിർബന്ധമായും പങ്കെടുത്തുകൊണ്ട് ഭക്ഷണം കഴിച്ച് അല്ലാഹു നൽകിയ നിഅമത്തുകൾക്കൊക്കെ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടായിരിക്കണം അന്നത്തെ ദിവസം നാം ചെലവഴിക്കേണ്ടത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു ലാ യഗ്ദു യൗമൽ ഫിത്ർ, ചെറിയ പെരുന്നാൾ ദിവസം അവിടുന്ന് പള്ളിയിലേക്ക് പുറപ്പെടാറുണ്ടായിരുന്നില്ല, ഹത്താ യക്കുല തമ്രാത്തിൻ, അല്പം കാരക്ക അല്ലെങ്കിൽ ഈത്തപ്പഴം അവിടുന്ന് ഭക്ഷിക്കുമായിരുന്നു. വയക്കുലുഹുന്ന വിത്തറ, അങ്ങനെ കഴിക്കുമ്പോൾ തന്നെയും അവിടുന്ന് ഒറ്റയായിട്ടായിരുന്നു കഴിച്ചിരുന്നത്. 1 അതല്ലെങ്കിൽ 3 5 ഇങ്ങനെ ഒറ്റയായിട്ടായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഭക്ഷണം കഴിച്ച് ഈത്തപ്പഴം കഴിച്ചിരുന്നത് എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ വലിയ പെരുന്നാൾ ദിവസം ആകുമ്പോൾ ലാ യക്കുലു ഹത്താ യർജിഅ, അവിടുന്ന് ഭക്ഷണം കഴിക്കാതെയായിരുന്നു പള്ളിയിലേക്ക് പുറപ്പെട്ടിരുന്നത് എന്നും ഹദീസുകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ചുരുക്കത്തിൽ ചെറിയ പെരുന്നാൾ ദിവസമാണെങ്കിലും വലിയ പെരുന്നാൾ ദിവസമാണെങ്കിലും അവിടുന്ന് രണ്ട് വഴി സ്വീകരിക്കാനുണ്ടായ കാരണത്തെ സംബന്ധിച്ച് മഹാന്മാരാകുന്ന പണ്ഡിത മഹത്തുക്കൾ പറഞ്ഞു, ആ രണ്ട് വഴിയിലുള്ള ആളുകളുമായുള്ള ആ സൗഹൃദ ബന്ധം ഒന്നുകൂടെ ഊട്ടിയുറപ്പിക്കാനും അവിടെയുള്ള പാവങ്ങളെ കാണാനും അവരെ ആശ്വാസിപ്പിക്കാനും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനൊക്കെ അത് നമുക്ക് സഹായകമാകുമല്ലോ എന്ന നിലക്ക് തന്നെയായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെരുന്നാൾ ദിവസം പള്ളിയിലേക്ക് പോകുമ്പോൾ രണ്ട് വഴി സ്വീകരിച്ചിരുന്നത് എന്ന് ഹദീസുകൾ നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ അന്നത്തെ ദിവസം പെരുന്നാൾ ദിവസം അയൽപക്കങ്ങളിലും തൻ്റെ കൂട്ടുകുടുംബങ്ങളിലൊക്കെ ഒരു സൗഹൃദ സന്ദർശനം നടത്തിയിട്ട് അവരെയൊക്കെ ഒന്ന് സന്തോഷിപ്പിക്കുക എന്നുള്ളതും വിശ്വാസികൾ പരസ്പരം നിർവഹിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. അന്നത്തെ ദിവസം ഒരാൾ പോലും പട്ടിണി കിടക്കാൻ പാടില്ല എന്ന് വിശുദ്ധ ഇസ്ലാമിന് നിർബന്ധമുള്ളത് കൊണ്ട് തന്നെയാണ് ഫിത്ർ സക്കാത്ത് നിയമമാക്കപ്പെട്ടത് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ സൂചിപ്പിക്കുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സ്വീകരിക്കുന്ന രൂപത്തിൽ പെരുന്നാൾ ദിവസവും മറ്റെല്ലാ ദിവസങ്ങളും സന്തോഷത്തോടെ കൊണ്ടാടാൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. നാം ഇന്ന് വരെ അനുഷ്ഠിച്ച നോമ്പും തറാവീഹ് നിസ്കാരവും മറ്റു നിസ്കാരങ്ങളും ദാനധർമ്മങ്ങളും ഖുർആൻ പാരായണവും ഇഅ്തികാഫും മറ്റെന്തെല്ലാം സൽക്കർമ്മങ്ങളുണ്ടോ അതെല്ലാം റബ്ബ് അവൻ്റെ മഹൽ ഫളൽ കൊണ്ട് സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നാളെ അല്ലാഹു നമുക്കൊക്കെ നൽകി അവൻ്റെ സുഖലോക സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ റബ്ബ് നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.